ഒന്നുമില്ല മക്കത്ത്. ഭയങ്കര സുഖം. എന്തുകൊണ്ട്? 3 മണിക്ക് പോയി നിൽക്കും. 3 മണിക്ക് നിങ്ങളെ ഡാൽഡ ഇല്ല, നിങ്ങളുടെ RKG ഇല്ല, നിങ്ങളെ ബിരിയാണി ഇല്ല, നിങ്ങളെ ചട്ടിപ്പത്തിരി ഇല്ല, ഒന്നുമില്ല. 3 മണി 2 മണിക്ക് പോയി ഇരിക്കണം. ഏത് മുത്തവല്ലിയും, ഞാനിവിടെ പള്ളിയിൽ ഇവിടെ മുത്തവല്ലിയെന്ന് അവിടെ പറഞ്ഞിട്ട് കാര്യമല്ല. അവിടെ മുണ്ടിട്ട് പോകാൻ പറ്റൂല. അവിടെ മുണ്ടിട്ട് പോയാൽ മുണ്ട് ബൽദിയ കൊണ്ടുപോകും. അതുകൊണ്ട് 2 മണിക്ക് അവിടെ ഇരിക്കണം, പള്ളിയിലിരിക്കുക. അങ്ങനെ ഇരിക്കുക, ദിക്ർ ചൊല്ലുക, നിസ്കരിക്കുക, ഇരിക്കുക. ആ ഇരുത്തത്തിൽ മഗ്‌രിബാവും. മഗ്‌രിബാവുമ്പോൾ 2 or 3 കാരക്ക കിട്ടും. ഒരു ഗ്ലാസ്സിൽ കുറച്ച് സംസം വെള്ളം കിട്ടും. പിന്നെ കഹുവ കിട്ടും. കഹുവ ഈ കഹുവ അറബികൾ കുടിക്കണ അന്ന് ആ കുടിക്കലൊരു അത്ഭുതമാണ് എനിക്ക് തോന്നിയിരുന്നു. കാരണം അത് കുടിക്കാൻ മാത്രം ഇല്ല. ഇത്ര ചെറിയൊരു പാത്രത്തിൽ അറബികൾ ഇങ്ങനെ കഹുവ കുടിക്കും. ഇവരെന്താ പഠിച്ചോനെ കാണിക്കണമെന്ന് തോന്നിയിരുന്നു എനിക്ക്. ഇത്ര ചെറിയ പാത്രം, നമുക്ക് ചുണ്ട് നനയാൻ മാത്രം കഹുവ ഇല്ല. ഒരു ചെറിയ പാത്രത്തിൽ ലേശം കഹുവ, പിന്നെ ഒരു 3/4 ഗ്ലാസ് സംസം വെള്ളം, 3 കാരക്കയും. മിക്കവാറും സമൂസ കിട്ടിയെങ്കിൽ 1 കിട്ടും. മിക്കവാറും ആളുകൾക്ക് സമൂസ 1 പോലും കിട്ടൂല. അവിടെ ഇരിക്കും. ഇതാ നോമ്പുറക്കൽ. ഒരു ലേശം പച്ചവെള്ളം, 3 കാരക്ക, 1 സമൂസ കിട്ടിയെങ്കിൽ പിന്നെ ഒരു ഇത്ര പോന്ന കഹുവ. ഇതാ നോമ്പുറക്കൽ. അഥവാ ഇന്ന് നമ്മുടെ ഒരു ഹാഫ് ഉരുളക്ക് പോലും ഇല്ല. അവിടെ ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്ന നിസ്കരിക്കും, മഗ്‌രിബ് നിസ്കരിക്കും, അവിടെ തന്നെ ഇരിക്കും. പോയ സ്ഥലം കിട്ടില്ല, അവിടെ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞ് ഇശാന്റെ ബാങ്ക് കൊടുക്കും, നിസ്കരിക്കും, അവിടെ തന്നെ ഇരിക്കും. റവാത്തിബ് നിസ്കരിക്കും, അവിടെ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ തറാവീഹ് 20 മുസ്തഫ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് സയ്യിദ്നാ ഉമർ ബിൻ ഖത്താബ് തുടങ്ങിയ ആ പരിശുദ്ധമായ നമസ്കാരം ഹറമൈനിൽ ഷരീഫൈനിൽ ഇന്നും 20 റക്അത്ത് ഇന്നുണ്ട്. എത്രയാണെന്നറിയോ? അലന്തര കൈഫ ആവർത്തിക്കലല്ല, യഖറഊന ബിൽ മീന, അങ്ങോട്ട് ഓടും. ആ ഓത്തിന്റെ ഇടയിൽ ഒരുപാട് ആളുകൾ മരിച്ചു വീഴും. ഒരുപാട് ആള്. ഈ കൊല്ലം ഒരാൾ എന്നോട് ചെറുവാടി എന്ന് പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം ഞാൻ തറാവീ നിസ്കരിക്കുമ്പോൾ, ഹറമിൽ തറാവീ നിസ്കരിക്കുമ്പോൾ എന്റെ മുന്നിൽ ഒരാൾ മരിച്ചു വീണു. മുക്കത്തിന് 2 കൊല്ലം മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞു, എന്റെ മുന്നിൽ ഒരാൾ മരിച്ചു വീണു. ആ മരിച്ചു വീണ ആളെ കണ്ടപ്പോൾ ഞാനാണെങ്കിൽ എന്നെ കൊലിച്ചുപോയി. തറാവീ അങ്ങനെ നിസ്കരിക്കും. എന്നിട്ടോ അത് കാരണം വിത്ർ 11 റക്അത്ത് നിസ്കരിക്കും മിക്കവാറും. ഈ 11 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് ഇപ്പോഴത്തിന് രാത്രി 10, 11, 12 മണിയായി. ഇവര് തലേന്ന് അത്താഴം കഴിച്ചത്, അതിന്റെ ഇടയിൽ ഒരു ഉരുളന്റെ ഭക്ഷണമേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ല. ആർക്കും വിഷമവും ഇല്ല. എല്ലാരും അള്ളാന്റെ ഇബാദത്തിലാണ്. ഒരു കോട്ടുവായന്റെ പ്രശ്നമില്ല, ഒന്നുമില്ല. എന്തേ ആ ആളുകൾ ഇവിടുന്ന് അവിടെ പോയാൽ അങ്ങനെ ഇവിടെ എന്തേ? വളരെ ചിന്തിക്കണം. അത് കഴിഞ്ഞിട്ട് എന്നാ തന്നെ അവർ പിന്നെ പോവില്ല. ചുറ്റിപ്പറ്റി നിൽക്കുന്ന പുറത്തു പോയാൽ പിന്നെ പ്രധാനപ്പെട്ട അമൽ നടക്കില്ല. സാധാരണ ഹറമിൽ നിന്ന് പുറത്തു പോകൽ എപ്പോഴാ? സുബഹയുടെ വളരെ തൊട്ടടുത്ത് ഓടി റൂമിൽ പോയിട്ട് സ്റ്റൗ അടിച്ചിട്ട് ഒരു ലേശം കഞ്ഞിണ്ടാക്കി കുടിക്കും. കഴിഞ്ഞു. ഇനി ആ പുറത്ത് ബാബുസലാമിന്റെ അവിടെ പുറത്തിറങ്ങിയാൽ ഒരു മലയാളിയുടെ ഹോട്ടലിൽ ഭക്ഷണമൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ മിക്കവാറും ആ ഭക്ഷണം തീർന്നിട്ടുണ്ടാവും. ഇനി ഭക്ഷണം ഉണ്ടാവും, പക്ഷെ നിന്ന് തിന്നേണ്ടി വരും. എന്നാൽ ഈ നിന്ന് തിന്നാന്നുള്ളത് ഇവിടുത്തെ ബൊഫയൊക്കെ ഉള്ളൂ. അവിടെ മുഅ്മിനീങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കാൻ പോയവര് എന്റെ ഈ നോമ്പ് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അത് ബാത്തിലായി പോണ്ടെന്ന് വിചാരിച്ചാൽ അതൊന്നും ചെയ്യൂല. ചുരുക്കത്തിൽ ഭക്ഷണം കണ്ടിട്ട് ഇറങ്ങിപ്പോരും. പിന്നെ റൂമിൽ പോയി സ്റ്റൗ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് 8 or 10 കാരക്ക കഴിക്കും, കുറച്ച് വെള്ളവും സംസം വെള്ളവും കഴിഞ്ഞു, മതി. 30 ദിവസവും ഭക്ഷണം കഴിച്ചു. നോമ്പ് നോറ്റു ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി. 30 ദിവസം കഴിഞ്ഞപ്പോ ഹബീബായ നബി അബൂദറിനോട് ചോദിച്ചു, അബൂദർ എന്തായിരുന്നു ഭക്ഷണം? അപ്പോൾ എന്റെ ഭക്ഷണം പോരാ, അതായിരുന്നു ആ കിണറായിരുന്നു. കിണറിന്ന് വെള്ളം കുടിച്ചിട്ട് 9 ദിവസം കഴിഞ്ഞു ഞാന്. ആര് പറഞ്ഞു? സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നീട്ടുന്നില്ല. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം?
നോക്കൂ നിങ്ങൾ, നോക്കൂ, ഇനി നോക്കൂ. ഇമാമ് പറയാണ്, ഒരാളുടെ രാത്രിയിലെ ഭക്ഷണം പറയുന്നു, സാലിഹീങ്ങളെ നോമ്പായി തീരണമെങ്കിൽ ഒരാൾ നോമ്പല്ലാത്ത കാലത്ത് രാത്രി എത്ര ഭക്ഷണം കഴിക്കുമോ അതിനേക്കാൾ കൂടുതൽ നോമ്പിന്റെ രാത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായില്ല? നിയമം അങ്ങനെയാണ്, നമ്മളങ്ങനെ കഴിക്കൂല. എന്നോട് പറഞ്ഞു, ഒരു മാഷ് ഒരിക്കൽ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിയായ എൻ്റെ കൂടെയുള്ള ഒരു മാഷ്, നിങ്ങൾ നോമ്പൊക്കെ തിരക്കടില്ല, പക്ഷെ നിങ്ങളെ നോമ്പിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണല്ലോ. രാത്രി നിങ്ങൾ അങ്ങോട്ട് ഇരുന്നിട്ട് സാധാരണ പകലുള്ളതിനേക്കാൾ കൂടുതൽ ഭക്ഷണമല്ലേ നിങ്ങൾ കഴിക്കും, നിങ്ങൾക്ക് എൻ്റെ നിയമം ഉള്ളത്, അതെന്ത് പ്രശംസയാണ് അതിനുള്ളത്. ഒറ്റയടിക്ക് ഭക്ഷണം മുഴുവനും തടഞ്ഞിട്ട് പിന്നെ ഒറ്റയടിക്ക് ഈ ഭക്ഷണം കയറ്റുന്നത് ആരോഗ്യത്തിന് ഹാനികരമാകുമല്ലോ എന്ന് കൂടെ പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനിയായ മാഷ് കളിയാക്കി. ആരെ? നമ്മളൊരു മാഷ്. ആ ക്രിസ്ത്യാനി സാധു മനസ്സിലാക്കിയത് എന്താ? നോമ്പിന് രാത്രി നിയന്ത്രണമില്ലാതെ ഭക്ഷണം കഴിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെന്നാ. അത് കാരണം എന്താ? നമ്മളെപ്പോലത്തവരുടെ മാമൂല്. എന്നാ ഒരാൾ നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഒരാൾ നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ എത്രയാണോ ഭക്ഷണം കഴിക്കുക അതിനേക്കാൾ രാത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതായത് മൊത്തം ഇത് പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, അത്താഴത്തിന്റെ കാര്യമാണോ പറയുന്നത്? മനസ്സിലായില്ല. അത്താഴത്തിന് അത്ര ചുരുക്കണം എന്നാണ്, മനസ്സിലായില്ല. ഇത് ഏതു മുതൽ ഏതുവരെ? ഉറങ്ങാണല്ലോ റബ്ബേ. ഏത് മുതൽ ഏതുവരെ? ഇഫ്താർ മുതൽ സുഹൂർ അടക്കം ഇത്ര ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയാണ്. പറ്റുമെങ്കിൽ നോറ്റാൽ മതി. അങ്ങനെയാണ്, അത് പറ്റും. നമ്മളൊക്കെ ചെയ്യണില്ലേ? ഇന്നുമില്ലേ ഹറമിൽ ലക്ഷക്കണക്കായ ആളുകൾ അങ്ങനെ ചൂടിയില്ലേ? അത് നമ്മളൊക്കെ തന്നെയല്ലേ? പോയാൽ എത്ര നേടി? എത്ര? 5. ഒന്നുകൂടി എഴുതിക്കോളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ആറാമത്തല്ല, ഇതിന് ബി. പകലിൽ ഉറങ്ങിക്കളയാൻ പാടില്ല. പകൽ ഉറങ്ങിക്കളയാൻ പാടില്ല. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ അല്ലാതെ ഉറങ്ങാൻ പാടില്ല. അത്യാവശ്യത്തിന് ഉറങ്ങിയാലോ നോമ്പ് സ്വായമി ഇബാദ, നോമ്പുകാരുടെ ഉറക്കം ഇബാദത്താണ്. ഖാല റസൂലുള്ളാഹി. അതെങ്ങനെ? ഉറങ്ങി വീഴുമെന്ന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യാ? ഉറങ്ങാ. അപ്പോൾ അത് ഇബാദത്താവും ചെയ്യും. അല്ലാതെ ഉറങ്ങാൻ പാടില്ല. പകലിൽ ഉറങ്ങിക്കളയാൻ പാടില്ല. ഇനി 6ാമത്തെ കാര്യം എഴുതിക്കോളൂ. 6ാമത്തെ കാര്യം, അയകൂന ഖൽബുഹു മുഅല്ലഖൻ മുൽതറബൻ ബൈനൽ ഖൗഫി വറജായി. നോമ്പ് തുറന്നാൽ പോലും റബ്ബേ എന്റെ നോമ്പ് സ്വീകരിച്ചോ ഇല്ലയോ എന്ന ഒരു പേടിയുടെയും പ്രതീക്ഷയുടെയും നടുവിൽ നിൽക്കണം. ഞാൻ നോമ്പ് നോറ്റല്ലോ, ഒന്ന് റാഹത്തായല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല. അതാണ് 6ാമത്തെ. അയകൂന ഖൽബുഹു മുഅല്ലഖൻ മുൽതറബൻ ബൈനൽ ഖൗഫി വറജായി, അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജായി. ഖാല റസൂലുള്ളാഹി. ഒരു പേടിയുടെയും പ്രതീക്ഷയുടെയും നടുവിൽ നിൽക്കുക. എൻ്റെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചോ അല്ലേ എന്ന് പേടിയുടെയും പ്രതീക്ഷയുടെയും നടുവിൽ നിൽക്കുക. ഇതാണ്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്കൂ, ഭക്ഷണത്തിന്റെ അവിടെ ഒരു സീ കൂടി കൊടുത്തോളൂ. എന്താണെന്നറിയോ? ഹറാമായ ഭക്ഷണം ഇഫ്താറിനോ രാത്രിയോ അല്പം പോലും കയറിയാൽ സൗമു സ്വാലിഹി നഷ്ടപ്പെടും. ഹലാൽ തന്നെ കൂട്ടാൻ പാടില്ല. വസ്സാലി മാമ ഒരു ഉദാഹരണം മനസ്സിലാവണില്ല. താൻ നോമ്പ് തുറക്കുന്നതോ രാത്രി കഴിക്കുന്ന സുഹൂറോ ഹലാലാണെന്ന് യഖീനാക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാകുന്നു. ശുബ്ഹത്തിന്റെ ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല. ഇത് ഹലാലാണോ ഹറാമാണോ തിരിച്ചറിയാത്തത് പോലും കഴിക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക. കാരണം എന്തുകൊണ്ട്? ഹലാല് പോലും പെരുക്കാൻ പാടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഹറാമ് പറ്റും? ഒരാള് മരുന്ന് കുറക്കാൻ പറഞ്ഞത് ആരോഗ്യത്തിന് ഗുണമാകാൻ വേണ്ടിയാ. മരുന്നാണ്, എന്നിട്ട് അത് കുറക്കണം ആരോഗ്യത്തിന് ഗുണമാവാൻ. പിന്നെ എങ്ങനെ അയാൾ വിഷം കഴിക്കും? മനസ്സിലായില്ല. ഒരാള് ഹലാൽ ഒഴിവാക്കിയിട്ട് ഹറാം കൊണ്ട് നോമ്പ് തുറക്കൽ ഏതുപോലെയാണ്? മരുന്ന് ഒഴിവാക്കിയിട്ട് ഒരാൾ എന്ത് കഴിച്ചു? വിഷം കഴിച്ചു.
അസ്അലുക്കൽ ജന്നത